ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുവാവകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സർലാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ നുറുക്ക് ഗോതമ്പാണ്. കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സൂചി നുറുക്ക് ഗോതമ്പ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയതാണ്. ഒന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട്. വളരെയധികം ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മില്ലറ്റാണ് കേട്ടോ ഈ സൂചി ഗോതമ്പ്. അത് ഞാനപ്പോൾ അവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബദാം കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സൂചി ഗോതമ്പിൽ നുറുക്കും ബദാം കൂടിയിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. 9 മാസം മുതലാണ് കേട്ടോ കുഞ്ഞുങ്ങൾ ഗോതമ്പ് കൊണ്ടുള്ള ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് കേട്ടോ. കാരണം ചില കുഞ്ഞുങ്ങൾക്ക് ഗോതമ്പ് അലർജി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ നുറുക്ക് ഗോതമ്പ് നല്ലപോലെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കുറുക്കാക്കി വേണം കൊടുക്കാൻ. അതിനുശേഷം കുഴപ്പമില്ലെന്ന് കണ്ടു കഴിഞ്ഞ് ഇതുപോലെ പൊടിച്ച് കുറുക്കാക്കിയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ 3 മാസം വരെ ഇത് കേടാകാതെ ഇരിക്കും. കാരണം നമ്മളിത് വറുത്തെടുത്ത് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് കേടുവരില്ലേ പൊടി. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ കുറുക്കാക്കാൻ നോക്കാം. ആവശ്യത്തിനുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഗോതമ്പായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ആവശ്യം വരും. പിന്നെ ഞാനിത് അരിച്ചെടുത്തിട്ടില്ല കേട്ടോ, പൊടി അരിച്ചെടുത്തിട്ടില്ല. 2 വയസ്സുള്ള കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അരിച്ചെടുക്കേണ്ട കാര്യമില്ല. അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പൊടി നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് വേണം കുറുക്കാക്കാനായിട്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഏതെങ്കിലും ഫ്രൂട്ടോ വെജിറ്റബിൾസോ ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നല്ലതുപോലെ വേവിച്ച് ഉടച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ അരച്ചോ വേണം ചേർക്കാനായിട്ട്. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടൊന്നും ചേർത്തിട്ടില്ല. അവസാനമായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബേബി സെർലാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാകും. വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് എന്നും ഒരേപോലത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിൽ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ബേബി ഫുഡിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.